ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഓട്സ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 1.5 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്, റോൾഡ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ഒരു 1/4 കപ്പിൽ നിന്ന് കുറച്ച് കൂടുതൽ വരും. അതുപോലെ തന്നെ ക്യാരറ്റ് 1/4 കപ്പിൽ നിന്ന് കുറച്ച് കൂടുതൽ വരും. ബീൻസും അതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അരി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ 1 കപ്പ് ഓട്സിനാണെങ്കിൽ 1/4 കപ്പ് വീതം എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ എണ്ണ, കുറച്ച് നെയ്യ് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് ഓട്സ് ഈ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റൊക്കെ റോസ്റ്റാക്കാം. നന്നായി റോസ്റ്റായി ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാൻ വയ്ക്കണം. കടായി ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. ആദ്യം തന്നെ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ അതെല്ലാം ഗോൾഡൻ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കാഷ്യൂ നട്ടെല്ലാം കോരി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ടേക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉണക്കമുളകും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉണക്കമുളക് ചേർത്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും അത്. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള അധികം മൂത്ത് പോകരുത്, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ബീൻസും അധികം വെന്ത് പോകണ്ട, ഏകദേശം 2 മിനിറ്റോളമൊക്കെ വഴറ്റിയാൽ മതിയാവും. ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇവിടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഉപ്പുമാവിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഉപ്പുമാവിലേക്ക് ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഓട്സിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പിന് 1/4 കപ്പ് എന്ന അളവിലെടുത്താൽ മതി. ഇപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓട്സ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 4 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം.
ഇപ്പോൾ ഉപ്പുമാവെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വഴറ്റി പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇത് തുറന്ന് 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. അഥവാ 4 മിനിറ്റിന് ശേഷം വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ അടപ്പടയ്ക്കാതെ 1-2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ, ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒട്ടും കുഴയാതെ നല്ല പാകത്തിനുള്ള ഉപ്പുമാവായിട്ട് കിട്ടും. ഇപ്പോൾ ഉപ്പുമാവെല്ലാം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.